കേരള രാഷ്ട്രീയത്തിലെ യുവശബ്ദങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയനും വാക്ചാതുര്യം കൊണ്ട് എതിരാളികളെ പ്രതിരോധത്തിലാക്കുകയും ചെയ്യുന്ന നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയത്തിന് ശേഷം വലിയൊരു രാഷ്ട്രീയ കുതിപ്പിന് രാഹുൽ തയ്യാറെടുക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായ പീഡന ആരോപണങ്ങളുടെയും സാമ്പത്തിക ചൂഷണത്തിന്റെയും കരിനിഴൽ അദ്ദേഹത്തിന് മേൽ വീണത്. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്തുനിന്നും ഒരുപോലെ സമ്മർദ്ദങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ ശേഷം 24 ന്യൂസ് ചാനലിന് നൽകിയ അഭിമുഖത്തിലൂടെ തന്റെ ഭാഗം വളരെ വ്യക്തമായി വിശദീകരിച്ചിരിക്കുകയാണ്. തനിക്കെതിരെ വലിയൊരു ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും രാഷ്ട്രീയമായി തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലെന്നുമാണ് രാഹുലിന്റെ പ്രധാന വാദം. തനിക്കെതിരെ ഉയർന്ന കേസുകൾ വെറും യാദൃച്ഛികമല്ലെന്നും അവ കൃത്യമായി പ്ലാൻ ചെയ്ത ഗൂഢാലോചനയുടെ ഭാഗമാണെന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിശ്വസിക്കുന്നത്. പാർട്ടിക്ക് പുറത്തുനിന്നാണ് ഈ ഗൂഢാലോചനയുടെ വേരുകൾ തുടങ്ങുന്നതെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. രാഷ്ട്രീയമായി തന്നെ നേരിടാൻ കഴിയാത്തവർ തന്റെ സ്വഭാവത്തെയും ധാർമ്മികതയും ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നാണ് രാഹുലിന്റെ വാദം. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാട്സപ്പ് ചാറ്റുകളെ കുറിച്ച് അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു പ്രധാന ചോദ്യവും ശ്രദ്ധേയമാണ്. പുറത്തു വന്നത് അപൂർണമായ ചാറ്റുകളാണ്. ഓരോ മെസ്സേജിനും മുകളിലേക്കും താഴേക്കുമുള്ള ബാക്കി ഭാഗങ്ങൾ കൂടി പുറത്തുവിടാൻ പരാതിക്കാർ തയ്യാറുണ്ടോ? ഈ വെല്ലുവിളിയിലൂടെ സന്ദർഭത്തിൽ നിന്നും അടർത്തി മാറ്റിയ സന്ദേശങ്ങൾ ഉപയോഗിച്ച് തെറ്റിദ്ധാരണ പരത്താനാണ് ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. വ്യത്യസ്തങ്ങളായ 3 പരാതികളാണ് രാഹുലിനെതിരെ ഉയർന്നിട്ടുള്ളത്. ഓരോന്നിനും തന്റേതായ ന്യായങ്ങൾ നിരത്തി അദ്ദേഹം പ്രതിരോധിക്കുന്നുണ്ട്. ഒരു മുൻ എംപിയുടെ മകളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന ആരോപണത്തെയും രാഹുൽ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ഈ നേതാവുമായി തനിക്ക് ഇപ്പോഴും അടുത്ത ബന്ധമാണ് ഉള്ളതെന്നും ഡിസംബറിൽ പോലും അദ്ദേഹത്തെ വിളിച്ച് ആശംസകൾ അറിയിച്ചിരുന്നുവെന്നും രാഹുൽ വ്യക്തമാക്കി. അദൃശ്യരായ വ്യക്തികളെ മുൻനിർത്തി തന്നെ തകർക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ആ കുട്ടിക്ക് ഒരു കുടുംബവും ജീവിതവും ഇല്ലേ എന്ന് ചോദിക്കുന്നതിലൂടെ മാധ്യമങ്ങൾ നടത്തുന്ന ചർച്ചകളിലെ വിവരമില്ലായ്മയും അദ്ദേഹം ചോദ്യം ചെയ്യുന്നു. ഒരു ഉന്നത ഉദ്യോഗസ്ഥയോട് വേദിയിൽ വെച്ച് മോശമായി പെരുമാറി എന്ന വാർത്തയും അദ്ദേഹം നിഷേധിച്ചു. താൻ ഇതുവരെ അത്തരമൊരു വേദി പങ്കിട്ടിട്ടില്ലെന്നും ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് നേരിട്ട് അന്വേഷിച്ചപ്പോൾ ഇത് വ്യാജമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തരത്തിൽ അടിസ്ഥാനമില്ലാത്ത കഥകൾ അന്തരീക്ഷത്തിലേക്ക് വിടുകയാണ് ശത്രുക്കൾ ചെയ്യുന്നതെന്നും അദ്ദേഹം ആരോപിക്കുന്നു. 3ാം പരാതിക്കാരിയുടെ ആരോപണം തനിക്ക് ഫ്ളാറ്റ് വാങ്ങിത്തരാൻ രാഹുൽ ആവശ്യപ്പെട്ടു എന്നതായിരുന്നു. എന്നാൽ താൻ സ്വന്തമായി ഒരു ഫ്ളാറ്റ് വാങ്ങുന്നതിനെക്കുറിച്ച് സംസാരിച്ചതിനെ പരാതിക്കാരി ദുർവ്യാഖ്യാനം ചെയ്തതാണെന്നാണ് രാഹുൽ വ്യക്തമാക്കുന്നത്. കൂടാതെ ചെരുപ്പ് വാങ്ങി നൽകിയെന്ന ആരോപണവും തികച്ചും വസ്തുതാവിരുദ്ധമാണെന്നും അദ്ദേഹം പരിഹസിക്കുന്നു. രാഹുലിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് താൻ ജീവശ്വാസം പോലെ കരുതിയ കോൺഗ്രസ് പാർട്ടി തന്നെ പുറത്താക്കിയ നടപടിയാണ്. തന്റെ ഭാഗം കേൾക്കാൻ പാർട്ടി തയ്യാറായില്ല എന്നത് രാഹുലിനെ മാനസികമായി തളർത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുലിനെ സംരക്ഷിക്കുന്നുവെന്ന ആരോപണം ഭരണപക്ഷം ശക്തമായി തന്നെ ഉന്നയിച്ചിരുന്നു. ഇതിന്റെ സമ്മർദ്ദത്തിലായിരിക്കാം പാർട്ടി നടപടി സ്വീകരിച്ചതെന്നാണ് രാഹുൽ കരുതുന്നത്. നടപടിക്ക് മുൻപ് സതീശൻ തന്നെ കേട്ടില്ല എന്ന സങ്കടം അദ്ദേഹം ഒളിപ്പിച്ചു വെക്കുന്നുമില്ല. ഇതുവരെ സതീശനുമായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും രാഹുൽ അഭിമുഖത്തിൽ വ്യക്തമാക്കി. എങ്കിലും പാർട്ടിയുടെ ഏത് തീരുമാനവും ശിരസാ വഹിക്കുമെന്നും വിധേയത്വവും അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ അയോഗ്യതാ പരാതി പരിശോധിക്കാൻ നിയമസഭ എത്തിക്സ് പ്രിവിലേജ് കമ്മിറ്റി രംഗത്തിറങ്ങിയത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. CPM MLA ആയ DK മുരളിയാണ് രാഹുലിന്റെ പെരുമാറ്റം MLA എന്ന പദവിക്ക് നിരക്കാത്തതാണെന്ന് കാട്ടി പരാതി നൽകിയത്. എത്തിക്സ് കമ്മിറ്റി രാഹുലിന് നോട്ടീസ് നൽകി വിശദീകരണം തേടും. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ രാഹുലിനെ അയോഗ്യനാക്കാൻ സഭയോട് ശുപാർശ ചെയ്യാൻ കമ്മിറ്റിക്ക് അധികാരമുണ്ട്. ഇത് രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. തന്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്നവർക്ക് രാഹുൽ നൽകുന്ന മറുപടിയും ശ്രദ്ധേയമാണ്. ഇന്നത്തെ ദിവസം വരെ ഏതെങ്കിലും ഒരു സ്ത്രീയെ അവരുടെ അനുവാദമോ താല്പര്യവും ഇല്ലാതെ ഷെയ്ഖ് ഹാൻഡ് പോലും കൊടുത്തില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. സ്ത്രീകളോട് മാന്യമായി പെരുമാറുന്ന സംസ്കാരമാണ് തന്റേതെന്നും പീഡനക്കേസിൽ കുടുക്കി തന്നെ ജയിലിൽ അടയ്ക്കാൻ സർക്കാർ ബോധപൂർവം ശ്രമിക്കുകയാണെന്നുമാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ജയിലിൽ പോകാൻ തനിക്ക് ഭയമില്ലെന്നും എന്നാൽ തെറ്റ് ചെയ്തിട്ടില്ലെന്ന ബോധ്യം തനിക്കുണ്ടെന്നും അദ്ദേഹം ആവർത്തിക്കുന്നു. പാലക്കാട് മണ്ഡലത്തിലെ വോട്ടർമാർ തന്നിൽ അർപ്പിച്ച വിശ്വാസം സംരക്ഷിക്കുമെന്നാണ് രാഹുൽ പറയുന്നത്. എന്നാൽ ഈ വിവരങ്ങൾ ഉപതെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഹുലിന്റെ ഇമേജിനെയും സാരമായി ബാധിച്ചു. കോൺഗ്രസിൽ നിന്ന് പുറത്തായ സാഹചര്യത്തിൽ ഒരു സ്വതന്ത്ര MLA എന്ന നിലയിലോ അല്ലെങ്കിൽ പാർട്ടിയിലേക്ക് തിരിച്ചു വരാനുള്ള നിയമ പോരാട്ടത്തിലോ ആയിരിക്കും രാഹുലിന്റെ അടുത്ത നീക്കങ്ങൾ. പാലക്കാട് മത്സരിക്കണോ എന്നത് പാർട്ടി തീരുമാനിക്കട്ടെ എന്നും താൻ പാർട്ടി പ്രവർത്തകനായി തുടരുമെന്നും അദ്ദേഹം പറയുന്നു. ഈ കേസുകൾക്ക് പിന്നിൽ ഒരു വലിയ വലയം പ്രവർത്തിക്കുന്നുണ്ടെന്നും രാഹുൽ സംശയിക്കുന്നുണ്ട്. അതിൽ രാഷ്ട്രീയ എതിരാളികൾ മാത്രമല്ല ചില ഗൂഢ താല്പര്യക്കാരായ വ്യക്തികൾ ഉണ്ടെന്നും അദ്ദേഹം പറയുന്നു. മാധ്യമങ്ങളെ കൺവിൻസ് ആക്കാനുള്ള വിധത്തിൽ കാര്യങ്ങൾ തുറന്നു പറയാൻ താൻ തയ്യാറാണെന്നും എന്നാൽ കോടതിയിലുള്ള കേസായതിനാൽ ചില പരിമിതികൾ ഉണ്ടെന്നും അദ്ദേഹം തുറന്നു സമ്മതിച്ചു. ചില മാധ്യമങ്ങൾ നിലവിട്ട് പെരുമാറുന്നു എന്ന വിമർശനവും അദ്ദേഹം ഉയർത്തുന്നുണ്ട്. രാഹുലിനെതിരെയുള്ള ആരോപണങ്ങളിൽ
കേരളീയ പൊതുസമൂഹം രണ്ടായി വിഭജിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഒരു വിഭാഗം ഇത് രാഷ്ട്രീയ വേട്ടയാടലായി കാണുമ്പോൾ മറുവിഭാഗം സ്ത്രീകൾ ഉന്നയിച്ച പരാതികൾ ഗൗരവകരമായി കാണണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. മാധ്യമ വിചാരണകളും സോഷ്യൽ മീഡിയയിലെ ആക്രമണങ്ങളും രാഹുലിനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം പോരാട്ട വീര്യം കൈവിട്ടിട്ടില്ല. കോടതി നടപടികളുമായി മുന്നോട്ട് പോകാനാണ് രാഹുലിന്റെ തീരുമാനം. തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഡിജിറ്റൽ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുമെന്ന് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വവുമായി സംസാരിക്കാനും തന്റെ ഭാഗം ബോധ്യപ്പെടുത്താനും അദ്ദേഹം ശ്രമിച്ചേക്കും. എത്തിക്സ് കമ്മിറ്റിയുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകി MLA സ്ഥാനം സംരക്ഷിക്കുക എന്നതും അദ്ദേഹത്തിന് മുന്നിലുള്ള വലിയ വെല്ലുവിളിയാണ്.